ഒരു കുഞ്ഞ് അമ്മയോടൊപ്പം നിൽക്കുമ്പോൾ ആ കുഞ്ഞിൽ ഉണ്ടാകുന്ന ആനന്ദം എത്രയോ അവർണ്ണനീയമാണ്. ഏത് ദുഃഖത്തിലും ഏത് വേദനയിലും ഒരമ്മയുടെ തലോടലുള്ളപ്പോൾ എല്ലാ വേദനകളും മറികടക്കുന്ന ഒരു അനുഭവമാണ് അമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ പെന്തക്കോസ്തയുടെ അനുഭവം അവർക്കുണ്ടായി. പരിശുദ്ധാത്മാവ് കടന്നു വന്നു, ശക്തരായിട്ട് അവർ മാറി. നമ്മളിപ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ മാതാവിൻ്റെ സ്തുതിഗീതം ആലപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പരിശുദ്ധ അമ്മയും നമ്മോടൊപ്പം കടന്നു വരുന്നു. കൂടാതെ സ്വർഗം താഴെ വന്നുകൊണ്ട് ഒരു സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഈ ഗാനം ക്ഷണിക്കുന്നു. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഉന്നതനീശനെ വാഴ്ത്തുന്നു, പാരിൻ രക്ഷയെ ഓർക്കുന്നു. മേരി സുതനേ ഞാൻ വാഴ്ത്തുന്നു, മന വീണമീട്ടി പാടുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങൾ അകലത്തലിയുന്നു. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങൾ അകലത്തലിയുന്നു. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. കണ്ണിനാനന്ദം കരളിനുള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. തിന്മയിലും തടവറയിൽ ആരാധിക്കുമ്പോൾ മറിയത്തിൻ പ്രിയമകനൻ മോചകനാകുന്നു. മാരകമാ മുറിവുകളിൽ ആരാധിക്കുമ്പോൾ അമ്മേ നിൻ പ്രിയമകനെ കണ്ണീർ മായ്ക്കുന്നു. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. കണ്ണിനാനന്ദം കരളിനുള്ളിലാനന്ദം,
സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും 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 സത്യത്തിലും ആരാധിക്കുന്നു. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യാക്കോബിൻ്റെ മകനായ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. ജോസഫിന് ഒരു പുത്രൻ ജനിച്ചപ്പോൾ ജോസഫ് ആ പുത്രന് മനാസെ എന്ന് പേരിട്ടു. മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ സഹോദരർ എന്നോട് ചെയ്ത എല്ലാ കുറ്റങ്ങളും ഞാനിതാ മറക്കുന്നു, ഞാൻ അവരോട് ക്ഷമിക്കുന്നു, ഞാൻ അവരോട് പൊറുക്കുന്നു എന്നതാണ് മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം. ജോസഫിനൊരു പുത്രൻ ജനിച്ചപ്പോൾ ജോസഫ് ആ പുത്രനെ മനാസെ എന്ന് വിളിച്ചു. അതായത് ഞാൻ എല്ലാം മറന്നിരിക്കുന്നു. കാരണം വളരെ ക്രൂരമായ കൃത്യങ്ങളായിരുന്നു ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനോട് ചെയ്തത്. എങ്കിലും ദൈവം ജോസഫിനെ ഉയർത്തി ഈജിപ്തിൻ്റെ ഏറ്റവും വലിയ അധിപനായിട്ട് മാറ്റിയപ്പോൾ ഇതാ സ്വന്തം സഹോദരങ്ങൾ തന്നെ ജോസഫിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നു. എന്നാൽ അതിനോടകം ജോസഫ് തൻ്റെ പുത്രന് എല്ലാം മറക്കുന്നു എന്നുള്ള പേര് നൽകിക്കൊണ്ട് മനാസെ എന്ന് പേരിട്ടപ്പോൾ തൻ്റെ സഹോദരൻ മുന്നിലേക്ക് വന്നപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ജോസഫിന് അവരെ സ്നേഹിക്കുവാനായിട്ട് സാധിച്ചു. എല്ലാ പേരുകളുടെയും പിന്നിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഓരോ പേരിൽ നിന്നും ദൈവം ഒത്തിരി നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. 7 മാസം ഗർഭിണിയായ അമ്മ തൻ്റെ വീട്ടുവളപ്പിലുള്ള കുളത്തിലേക്ക് കുടവുമായിട്ട് വെള്ളം മുക്കിയെടുക്കാനായിട്ട് ഇറങ്ങിയ മാത്രയിൽ കാല് തെന്നി വെള്ളത്തിലേക്ക് അങ്ങ് വീണു. ആരോ കണ്ട് ഓടി വന്ന് പെട്ടെന്ന് ഈ അമ്മയെ രക്ഷപ്പെടുത്തി. എന്നാൽ അമ്മ ഒത്തിരി പേടിച്ചരണ്ടു. ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്തു. ഉടനെ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. കാരണം ആകെ കലങ്ങി മറിഞ്ഞാണ് കിടക്കുന്നത്. നിങ്ങൾ ഒത്തിരി ഭയപ്പെട്ടു പോയി. ആ ഭയപ്പാടിൻ്റെ ആഘാതത്തിൽ കുഞ്ഞിനെയും ഇത് ബാധിച്ചിരിക്കുകയാണ്. ഉടനെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ മൂക്കോ തലയോ കണ്ണോ ഒരു അവയവങ്ങളോ ഒന്നും ദൃശ്യമല്ല. ഒരു മാംസഗോളം പോലെയാണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ആ കുഞ്ഞിനെ എന്നേക്കുമായിട്ട് ഗർഭപാത്രത്തിൽ നിന്നും എടുത്തു കളയുക. ഈ അമ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനൊരിക്കലും തയ്യാറായില്ല. ആ അമ്മയും അപ്പനും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു തരണമേ, എല്ലാ അവയവങ്ങളുള്ളൊരു കുഞ്ഞായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. അവർ പ്രാർത്ഥിച്ചു. അവസാനം ഏതാണ്ടൊക്കെ പ്രസവത്തിൻ്റെയൊക്കെ സമയമായി അവളുടെ പ്രാർത്ഥന തുടർന്നു. ആ നിമിഷം അവർ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു തരികയാണെങ്കിൽ, എല്ലാ അവയവങ്ങളുള്ളൊരു കുഞ്ഞായിട്ട് തരികയാണെങ്കിൽ, പെണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ പേരിടും, ആണാണെങ്കിൽ തീർച്ചയായിട്ടും അന്തോണിത്തുണ്ടാൻ്റെ പേരിടും. ആ അമ്മ കുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ആ കുഞ്ഞ് വളർന്നു. എല്ലാ വിശുദ്ധന്മാരുടെയും ചരിത്രങ്ങൾ ഈ അമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. പ്രത്യേകിച്ച് വിശുദ്ധ അന്തോനിയുടെ പേര് പറഞ്ഞു കൊടുത്തു, അന്തോനിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു, ഭജന പ്രഘോഷണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, പ്രേക്ഷിത വേലകളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒത്തിരി വിശുദ്ധരുടെ ചരിത്രം ഈ കുഞ്ഞിന് ഈ മാതാപിതാക്കൾ പകർന്നു കൊടുത്തു. അങ്ങനെ ഈ കുഞ്ഞ് വളർന്ന് വലുതായി സെമിനാരിയിൽ ചേർന്നു. അവസാനം വൈദികനായിട്ട് മാറി. ആ വൈദികനാണ് നിങ്ങളുടെ മുൻപിൽ ഇന്ന് വചനം പങ്കുവയ്ക്കുന്ന ഈ ഞാൻ, ഫാദർ ആൻ്റണി. അങ്ങനെ എല്ലാ പേരിൻ്റെയും പിന്നിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ആർക്കെല്ലാം ദൈവം ദൈവികമായൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധയുടെ പേര് നൽകിയിട്ടുണ്ടോ ആ പേരിൻ്റെ ഉള്ളിൽ വലിയൊരു ദൗത്യം നിക്ഷിപ്തമാണ്. എന്തൊക്കെയോ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും ബർത്തേമീസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ജനാവലി അവനെ ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തുന്നതിൽ നിന്നും മാറ്റി നിർത്തി. ഈ ജനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവാനുഭവം ഉണ്ടായിരുന്നൊരു ജനതയാണ്. കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്. എങ്കിലും ആ അനുഭവം മറ്റുള്ളവനായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. ഈ ബർത്തേമീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് അവൻ ഒത്തിരി കേട്ടു. പലരെ അവൻ സുഖപ്പെടുത്തിയെന്ന് കേട്ടു, പല അന്തർക്കും അവൻ കാഴ്ച കൊടുത്തെന്ന് കേട്ടു, പല മരിച്ച വ്യക്തികൾക്ക് അവൻ ജീവൻ കൊടുത്തെന്ന് കേട്ടു, പല മുടന്തരെ അവൻ സുഖപ്പെടുത്തിയെന്ന് കേട്ടു. ഇതിനെല്ലാം തികവിൽ നിന്നുകൊണ്ട് ബർത്തേമീസ് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണം. എന്നാൽ ജനം പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ്, നീ മിണ്ടാതിരിക്കുക, നീ ശബ്ദിക്കരുത്, കാരണം കർത്താവ് കടന്നു പോകുന്നു. അവൻ ഒത്തിരി ഒച്ചത്തിൽ വിളിക്കുവാൻ തുടങ്ങി, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, അവൻ അവിടെ നിന്നു. യേശു അവിടെ നിന്നു.
യേശുവിനെ നിർത്തുവാൻ പോലും തക്കമായ വിശ്വാസത്തിൽ ബർത്തമേസ് വിളിച്ചു പറഞ്ഞപ്പോൾ ബർത്തമേസിൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു സൗഖ്യം കടന്നു വരികയാണ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ ഒപ്പമുള്ളവരുടെ ചിന്തകളും പലപ്പോഴും തടസ്സമായിട്ട് മാറാറുണ്ട്. ഒരു ആഫ്രിക്കൻ ഐതിഹ്യ കഥയുണ്ട്. ആ ഐതിഹ്യ കഥയിൽ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന താറാവുകൾ ഒരിക്കലും വെള്ളത്തിൽ നീന്തിയിരുന്നില്ല. നമ്മുടെ നാട്ടിൻപുറത്തുള്ള കോഴികളെ പോലെ അവയും മണ്ണിൽ കൂടെ നടന്നിരുന്നവരാണ്, ഒരിക്കലും വെള്ളത്തിൽ നീന്തിയിരുന്നില്ല. എന്നാൽ കയ്യിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ മാത്രം തിന്നുകൊണ്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. പലപ്പോഴും താറാവ് കോഴിയോട് ചോദിക്കാറുണ്ട്, നമുക്ക് എന്തുകൊണ്ട് നീന്തിക്കൂടാ? അപ്പോൾ കോഴി പറഞ്ഞു, നമ്മൾ കരയിൽ ജീവിക്കേണ്ട പക്ഷികളാണ്, നമ്മൾ ഒരിക്കലും ജലത്തിലൂടെ നീന്തേണ്ടവരല്ല, നമുക്കതിനൊരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം ഈ താറാവ് ഈ കായലിൻ്റെ കരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതാ വലിയൊരു പൊന്മാൻ ഈ കായലിലൂടെ ഊളിയിട്ട് ഒരു മത്സ്യത്തെ പൊക്കി എടുത്തുകൊണ്ട് പറന്നു പോകുന്നൊരു രംഗം കണ്ടു. താറാവിന് ഒത്തിരി കൊതിയായി. താറാവ് ചിന്തിച്ചു, എനിക്കും എന്തുകൊണ്ട് ഈ വളരെ പച്ചയായൊരു മത്സ്യത്തെ കൊത്തിയെടുത്ത് തിന്നുകൂടാ? വീണ്ടും പൊന്മാൻ കടന്നു വന്നപ്പോൾ പൊന്മാനോട് താറാവ് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് നീന്തിക്കൂടാ? ഉടനെ ഈ പൊന്മാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് നീന്താൻ സാധിക്കും, നീ നീന്തുക. നീ കരക്ക് നിന്നാൽ ഒരിക്കലും നിനക്ക് നീന്താനായിട്ട് സാധിക്കത്തില്ല. നീ വെള്ളത്തിലേക്ക് ചാടുക. നീ വെള്ളത്തിലേക്ക് ചാടിയെങ്കിൽ മാത്രമേ നിനക്ക് നീന്താനായിട്ട് സാധിക്കൂ. ഈ പൊന്മാൻ്റെ ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ അന്ന് മുതൽ താറാവ് നീന്താൻ പഠിച്ചു എന്നാണ് ഈ ആഫ്രിക്കൻ ഐതിഹ്യ കഥ പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എല്ലാ ജനതകളും ബർത്തമേസിനോട് പറയും, നീ ശബ്ദിക്കരുത്, നീ ഒച്ചയുണ്ടാക്കരുത്, നീ ശാന്തമായിട്ട് നീ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുക. എന്നാൽ ബർത്തമേസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവനുണ്ടായിരുന്ന വിശ്വാസം, അവനുണ്ടായിരുന്ന ധൈര്യം കർത്താവിനെ ഒച്ചത്തിൽ വിളിക്കുവാൻ അവനെ ശക്തനാക്കി. ദാവീദിന്റെ പുത്രനെ എന്നിൽ കനിയണമേ, അവൻ എന്നെ സുഖപ്പെടുത്തുന്നുള്ള വലിയൊരു ബോധ്യമാണ് ഈ ബർത്തമേസിനെ കർത്താവിനെ ഒച്ചത്തിൽ വിളിക്കുവാനായിട്ട് പ്രചോദിപ്പിച്ചത്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും പല നിമിഷങ്ങളും പല ഘട്ടങ്ങളും പല വ്യക്തികളും പലപ്പോഴും ദൈവത്തിൽ നമ്മളെ അകറ്റാറുണ്ട്. എന്നാൽ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ശക്തി ഉള്ളിൻ്റെ തികവിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബർത്തമേസിനെ പോലെ നമുക്കും ഒച്ചത്തിൽ വിളിക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ഉണ്ടാകേണ്ടത്? ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. അവൻ്റെ സ്പർശനം എനിക്ക് വേണം, എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് വളരണം, അവനെ അനുഭവിച്ചറിയണം എന്നുള്ള വലിയൊരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ തമ്പുരാൻ്റെ കരസ്പർശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരഗതമാകും. ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് എന്നുള്ളതിനുള്ള ഏതാനും കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ഇതാണ്, അവനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തക്കതായ ഒരു ലക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല, എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളൊരു മനോഭാവമാണ് മനുഷ്യൻ്റേത്. രണ്ടാമതായിട്ട് പരാജയപ്പെടും. ഒരു ലക്ഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കരഗതമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പരാജയപ്പെടുമെന്നുള്ളൊരു ഭീതി. മൂന്നാമതായിട്ട് എൻ്റെ ലക്ഷ്യം ഞാൻ നേടിയില്ല എങ്കിൽ ഞാൻ പിന്തള്ളപ്പെടുമെന്നുള്ളൊരു ഭീതി. അങ്ങനെ ഈ ഭീതിയാണ് പലപ്പോഴും, ഈ ഭയപ്പാടാണ് പലപ്പോഴും മനുഷ്യനെ പിന്നിലേക്ക് തള്ളുന്നത്. ലക്ഷ്യമില്ലാതെ ജീവിക്കുവാൻ അവനെ പ്രചോദിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലെ ഭയപ്പാടാണ്, അവൻ്റെ ഭീതിയാണ്. എന്നാൽ ബർത്തമേസിനെ പോലെ നമ്മുടെ ഉള്ളിൽ എന്തില്ലാത്തൊരു ശക്തി ഉണ്ടെങ്കിൽ, ഒരു ധൈര്യമുണ്ടെങ്കിൽ, അവൻ്റെ കരസ്പർശത്താൽ സുഖപ്പെടും എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അവനെ പോലെ നമുക്കും വിളിച്ചു പറയാൻ സാധിക്കും. അങ്ങനെ കർത്താവിൻ്റെ ഒപ്പം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. മൂന്നാമതായിട്ട് ബർത്തമേസിന്റെ ജീവിതത്തിൽ കാണുന്ന വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവൻ വിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചു, ഈശോ നിന്നു. ഈശോ പറയുന്നത്, നീ അവനെ പോയി വിളിക്കുക. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് കർത്താവ് അവൻ്റെ സ്വരം ശ്രവിച്ചത്? വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12 വർഷം രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി അവൾ കടന്നു വന്നിട്ട് കർത്താവിൻ്റെ വസ്ത്രാചലത്തിൽ ഞാനൊന്ന് തൊടുകയാണെങ്കിൽ ഞാൻ സുഖപ്പെടുമെന്ന് മാത്രമാണ് അവൾ വിചാരിച്ചത്. എത്രയോ വ്യക്തികൾ കർത്താവിൻ്റെ ഒപ്പം നടന്നുപോയി, എത്രയോ വ്യക്തികൾ കർത്താവിനെ തൊട്ടു. എങ്കിലും ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ സംബന്ധിച്ചപ്പോൾ അവൾ വിചാരിച്ച ഒന്ന് മാത്രമാണ്, ഞാനൊന്ന് തൊട്ടാൽ മതി, അവൻ്റെ വസ്ത്രാചലത്തിൽ ഞാനൊന്ന് തൊടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സുഖപ്പെടും. അവൾ തൊട്ടു, അവൾ സുഖപ്പെട്ടു. ഏതാണ്ട് ഇതുപോലെ ബർത്തമേസും ഒച്ചത്തിൽ വിളിച്ചു. ഈശോ പറയുന്നുണ്ട്, അവനെ പോയി വിളിക്കുക. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ ഭിക്ഷാടകനായ ഈ ബർത്തമേസ് വിളിച്ചു പറയേണ്ടത് എന്താണ്? എൻ്റെ പാത്രത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഇടുക, എനിക്ക് ആഹാരം കഴിക്കട്ടെ, എന്തെങ്കിലും നാണയത്തുട്ടുകൾ ഇടുക, ഇതാണ് അവൻ ചോദിക്കേണ്ടത്. എന്നാൽ അതിന് പകരമായിട്ട് അവൻ വിളിച്ചു പറഞ്ഞ ഇതാണ്, ദാവീദിൻ്റെ പുത്ര, ഇന്ന് എന്നിൽ കനിയണമേ. ഈ അവൻ്റെ വിശ്വാസമാണ് ഈശോയുടെ ചെവികളിലെത്തിയത്. ഈശോ പറഞ്ഞു, അവനെ പോയി വിളിക്കുക. അവനെ പോയി വിളിച്ചു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, അവൻ ചാടി എഴുന്നേറ്റു, അവൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് അവൻ ഓടി. വീണ്ടും വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ ഒത്തിരി വ്യക്തികളെ വിളിക്കുന്ന രംഗങ്ങൾ വരച്ചു കാണിക്കുന്നുണ്ട്. ധനികനായ ഒരു യുവാവിനെ കർത്താവ് നേരിട്ട് വിളിക്കുന്നുണ്ട്. അവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈശോ അവനോട് പറയുന്നുണ്ട്, നീ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ടോ? അവൻ പറയും, ഞാൻ എല്ലാം പാലിക്കുന്നുണ്ട്.
കുഞ്ഞുനാൾ മുതൽ ഞാൻ പാലിക്കുകയാണല്ല. എന്നാൽ ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റുകൊണ്ട് പാപങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നീ എന്നെ അനുഗമിക്കുക. വിശുദ്ധരത്നം പറയുന്നുണ്ട്, അവൻ ഒത്തിരി മ്ലാനവതനായിട്ട് അവൻ തിരികെ പോയി. പിന്നീട് ഒരിക്കലും കർത്താവിൻ്റെ പക്കലേക്ക് വന്നിട്ടില്ല. ഈശോ നേരിട്ട് കൊടുത്തൊരു വിളിയാണ് അവന്. മുഖാമുഖം നിൽക്കുന്ന ഒരു യുവാവിന് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുക്കുന്ന ഒരു വിളിയാണത്. എന്നാൽ ആ വിളിക്ക് പോലും അവന് ഉത്തരം കൊടുക്കാനായിട്ട് സാധിച്ചില്ല. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആദ്യം ഒരുവനെ കർത്താവ് വിളിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാനൊരു വയൽ വാങ്ങി, ആ വയൽ നോക്കുവാനായിട്ട് എനിക്ക് പോകണം. വീണ്ടും രണ്ടുപേർ പറയുന്നുണ്ട്, ഞാനത് വിവാഹം കഴിച്ചു, എനിക്കതുകൊണ്ട് വരുവാനായിട്ട് സാധിക്കത്തില്ല. മറ്റൊരുവൻ പറയുന്നുണ്ട്, ഞാൻ കാളകളെ വാങ്ങി, അതുകൊണ്ട് എനിക്ക് അവയെ നോക്കാനായിട്ട് പോകണം, അതുകൊണ്ട് നീ ഒരിക്കൽ വിരുന്നിലേക്ക് എനിക്ക് വരുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വിവാഹ വിരുന്നിൽ നിന്നും ഓടി ഒളിക്കുന്ന ഏതാനും വ്യക്തികളെയാണ് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കി തരുന്നത്. കാരണം അവർക്കൊക്കെ ദൈവം നേരിട്ട് വിളി കൊടുത്തു, പക്ഷേ ആ വിളിക്കൊന്നും ഉത്തരം കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ ബർത്തേമിയൂസ് കർത്താവിൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്തു. അവൻ ചാടി എഴുന്നേറ്റു, പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു, കർത്താവിൻ്റെ പക്കലേക്ക് അവൻ ഓടിച്ചെന്നു, രക്ഷയിലേക്ക് അവൻ കടന്നു വരികയാണ്. അവസാനമായിട്ട് ബർത്തേമിയൂസിൻ്റെ ഈ സംഭവ കഥയിൽ നമ്മൾ കാണുന്ന അവസാനത്തെ ഭാഗമെന്ന് പറയുന്നത്, കാഴ്ച വീണ്ടും കിട്ടിയപ്പോൾ പ്രകാശത്തിൻ്റെ മകനായിട്ട് അവൻ മാറി. വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, കർത്താവിനെ അവൻ അനുഗമിച്ചു. അവൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടന്നു വന്നപ്പോൾ എല്ലാം അവൻ വ്യക്തമായിട്ട് കണ്ടു, എല്ലാം വ്യക്തമായിട്ട് കേട്ടു. പ്രിയമുള്ളവരെ, നമുക്കിന്ന് വേണ്ടത് ഈ വ്യക്തതയാണ്. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, പലതും നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്കറിയാം, കാണേണ്ടതല്ല നമ്മൾ കാണുന്നത്, കേൾക്കേണ്ടതല്ല നമ്മൾ കേൾക്കുന്നത്. എന്താ സംഭവിക്കുക? നമ്മുടെ അടുത്ത് നിൽക്കുന്ന തമ്പുരാനെ പോലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രമാണ്, നിൻ്റെ കാഴ്ച പരിപൂർണമായിട്ട് മാറട്ടെ, പരിശുദ്ധമായിട്ട് മാറട്ടെ, നിൻ്റെ കേൾവിയും പരിപൂർണമായിട്ട് മാറട്ടെ. ദൈവം നിന്നോട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മാത്രം നിനക്ക് കാണുവാൻ സാധിക്കട്ടെ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഈ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്പർശനത്തിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശമുണ്ടാകൂ. ആ പ്രകാശം കടന്നു വന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് ഞാനും നിങ്ങളും പ്രകാശത്തിൻ്റെ മക്കളായിട്ട് മാറാൻ സാധിക്കൂ. ആകയാൽ ഈ ഒരു അനുഗ്രഹത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ മനുഷ്യന് നൽകിയ മനോഹരമായ കൃപയാണ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. അത്യുന്നതനായ ആ ദൈവത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ വരണ്ട നിലമൊക്കെ വിളനിലമായിട്ട് മാറും, തിരുവചനം തിങ്ങുന്ന വയലോരങ്ങളായിട്ട് മാറും. സെൻറ്റ് മേരീസ് ചർച്ച് ഗായകസംഘത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവത്തെ സ്തുതിക്കാം. ഭൂവാസികളെ നാഥന് സ്തുതി പാടിടുവിൻ. അത്യുന്നത
നാഥനു ഗീതികൾ പാടിടുവിൻ. അത്യുന്നത നാമമഹത്വമതും ഈ സൃഷ്ടികളൊന്നായി പാടിടുവിൻ. ഭൂവാസികളെ സ്തുതി പാടിടുവിൻ. തിരുനാഥനു ഗീതികൾ പാടിടുവിൻ. തിരുവചനം നൽകി വളർത്തുന്നു സുരലോകത്തിൻ പൈതാനികളെ. കൂരിരുളിലമർന്നൊരു മാനവരെ കനിവിൻ പ്രഭയിൽ പുതുതാക്കുന്നു. ഭൂവാസികളെ സ്തുതി പാടിടുവിൻ. തിരുനാഥനു ഗീതികൾ പാടിടുവിൻ. അത്യുന്നത നാമമഹത്വമതും ഈ സൃഷ്ടികളൊന്നായി പാടിടുവിൻ. ഭൂവാസികളെ സ്തുതി പാടിടുവിൻ. തിരുനാഥനു ഗീതികൾ പാടിടുവിൻ. അത്യുന്നതനായവനെന്നെന്നും അറിവും പൊരുളും പ്രഭയും പകരും. അവനിൽ നാമെന്നും ചേർന്നിടുകിൽ തായ്തണ്ടിൻ ശാഖകളായി വളരും. ഭൂവാസികളെ സ്തുതി പാടിടുവിൻ. തിരുനാഥനു ഗീതികൾ പാടിടുവിൻ. അത്യുന്നത നാമമഹത്വമതും ഈ സൃഷ്ടികളൊന്നായി പാടിടുവിൻ. ഭൂവാസികളെ സ്തുതി പാടിടുവിൻ. തിരുനാഥനു ഗീതികൾ പാടിടുവിൻ. ഭൂവാസികളെ സ്തുതി പാടിടുവിൻ. തിരുനാഥനു ഗീതികൾ പാടിടുവിൻ. പുറപ്പാട്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി